ലഹരി നിർമ്മാർജ്ജനത്തിനായി പെരിന്തൽമണ്ണയിൽ നിന്ന് 2300 വിദ്യാർത്ഥി വളണ്ടിയർമാർ. ലഹരി വിപത്തിനെതിരെ സംഘടിപ്പിച്ച മെഗാ തൂഫാൻ സംഗമം അത്യുജ്വലമായി. സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അറിയിച്ചുകൊണ്ടും പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനുമായി സംഘടിപ്പിച്ച മെഗാ തൂഫാൻ സംഗമം ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ഷിഫ കൺവെൻഷൻ സെന്ററിലാണ് പെരിന്തൽമണ്ണ മണ്ഡലം മെഗാ തൂഫാൻ സംഗമം നടന്നത്. സംഗമം ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരെയും നശിപ്പിക്കാൻ ഇറങ്ങിയ ലഹരി മാഫിയയെ കേരളത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കുമെന്നും ലഹരി മാഫിയയ്ക്ക് മുന്നിൽ കേരളം മുട്ടുമടക്കില്ലെന്നും മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരിയുടെ ഉറവിടവും ലഹരി വ്യാപനത്തിന്റെ വഴികളും കേരള പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളുടെ കൂടി പങ്കാളിത്തത്തോടെ അതിശക്തമായ ലഹരി വേട്ടയ്ക്ക് കേരളം നേതൃത്വം നൽകും. കേരളത്തിൽ നടക്കുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ പരാജയപ്പെടുത്താൻ ലഹരി മാഫിയ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിക്കുന്നുണ്ട്. ഇതുകൊണ്ടൊന്നും ഈ ദൗത്യത്തിൽ നിന്ന് പിറകോട്ട് പോകില്ലെന്നും ഒരു മാഫിയയ്ക്ക് മുമ്പിലും കേരളം മുട്ടുമടക്കില്ലെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. കേരളത്തിലെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ രാജ്യം തന്നെ ചർച്ച ചെയ്യുകയാണ്. 45 ദിവസം കൊണ്ട് ഇത്ര വലിയ ജനകീയ മുന്നേറ്റമായി മാറിയ മറ്റൊരു പദ്ധതിയും മുമ്പ് കണ്ടിട്ടില്ല. നാടിനെയും പുതിയ തലമുറയെയും രക്ഷിക്കാനുള്ള ഈ പ്രവർത്തനം കേരള ജനത ഏറ്റെടുത്തിരിക്കുകയാണ്. ജനങ്ങളുടെ പിന്തുണയാണ് ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ കരുത്ത് പകരുന്നത്. കേരളത്തിലെ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ലക്ഷ്യമിട്ട് മുന്നോട്ടു പോകുന്ന ലഹരി മാഫിയയുടെ വേരറുക്കുന്നതുവരെ കേരള പോലീസിന് വിശ്രമമില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളം ഒരു കൊളംബിയായി മാറാൻ പാടില്ല. ഏറ്റവും വലിയ മയക്കുമരുന്ന് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ് കൊളംബിയ. ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു പഞ്ചാബ്. ഇന്ന് ആ പഞ്ചാബിനെ കടത്തിവെട്ടിക്കൊണ്ട് കേരളം മുന്നിലെത്തുകയാണ്. നമ്മുടെ കുഞ്ഞു മക്കൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി മയക്കുമരുന്നിൻ്റെ മുഠായികൾ തയ്യാറാക്കപ്പെടുന്നു. കുഞ്ഞുങ്ങളുടെ ചുണ്ടത്ത് വെച്ച് കൊടുക്കുന്ന കൂൾ ലിപ്സ് മയക്കുമരുന്നിൻ്റെ ആദ്യത്തെ ഘട്ടമാണ് എന്ന പാവങ്ങൾ തിരിച്ചറിയുന്നില്ല. കാസർഗോഡ് പോലീസ് പരിശോധിച്ചപ്പോൾ കൂൾ ലിപ്സ് ഉണ്ടാക്കുന്ന ഫാക്ടറി കണ്ടെത്തി. 15ഓളം പേരെ അറസ്റ്റ് ചെയ്തു. ലക്ഷക്കണക്കിന് മുട്ടായികൾ അവിടെ നിന്ന് പിടിച്ചെടുത്തു. ഈ മുട്ടായികൾ പിഞ്ചോമനകളുടെ ചുണ്ടിൽ വെച്ചു കൊടുക്കാൻ വേണ്ടി ഈ ഭീകരന്മാർ ഉണ്ടാക്കിയതാണ് എന്ന് തിരിച്ചറിയുന്നു. അവരെ മുഴുവൻ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയാണ്. ഈ നരാധപന്മാർ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി നശിപ്പിക്കുന്നു. ഒരിക്കൽ മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ പിന്നെ മയക്കുമരുന്നില്ലാതെ ജീവിക്കാൻ കഴിയാത്ത അന്തരീക്ഷം ഉണ്ടാകുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരളത്തിലെ പോലീസ് നിതാന്ത ജാഗ്രതയോടെ ഈ മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നവർ, വിതരണം ചെയ്യുന്നവർ, ഉപയോഗിക്കുന്നവർ എല്ലാവരെയും പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മുടെ നാട്ടുകാർക്ക് മയക്കുമരുന്ന് മാഫിയയെ പേടിയായിരുന്നു. ഇപ്പം മാഫിയയ്ക്ക് ജനങ്ങളെ പേടിയാണ്. നജീബ് കാന്തപുരം MLA അധ്യക്ഷത വഹിച്ചു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ നിന്നും 2300 വിദ്യാർത്ഥി വളണ്ടിയർമാരെ കേരളത്തിന് സംഭാവന ചെയ്യുന്നതായി നജീബ് കാന്തപുരം പറഞ്ഞു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നദീം സഫ്രാൻ കോങ്ങത്ത്, മുഹമ്മദ് റാഫി, അസർ, മാനുപ്പ കുറ്റീരി, ഷബീർ അലി, PK അബ്ദുൾ അസീസ്, അഹമ്മദ് പുളിക്കൽ എന്നിവർക്ക് തൂഫാൻ അംബാസഡർ ബാഡ്ജ് ആഭ്യന്തരമന്ത്രി കൈമാറി. ചടങ്ങിൽ VS ജോയ് MLA, ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ, നഗരസഭാ അധ്യക്ഷ സുരയ്യ ഫാറൂഖ്, മുൻമന്ത്രി അഡ്വക്കേറ്റ് നാലകത്ത് സുപ്പി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജ്മ തബ്ഷീറ, MB ഫസൽ മുഹമ്മദ്, V ബാബുരാജ്, AK നാസർ, AK മുസ്തഫ, S അബ്ദുൽ സലാം, ജനപ്രതിനിധികൾ, വ്യാപാര സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.